Divisional Accountant Officer, important one-word question, Chapter 9, Part 8. ഈ പാർട്ടിൽ മെറ്റീരിയൽസ് ഇൻ കോസ്റ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പാരറ്റോ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റാണ് നമ്മുടെ ഈ സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ നമുക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ ചില സമയത്ത് ഈ സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ നമുക്ക് വേറൊരു പേരിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരറ്റോ എന്നുള്ള ഒരു ആളുടെ പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇതിനെ പാരറ്റോസ് ലോ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സെലക്റ്റീവ് ഇൻവെൻ്ററി മാനേജ്മെൻറ്റിൽ നമ്മുടെ ക്യാരിയിങ് കോസ്റ്റിലാണ് പറയുന്നത്. ഇപ്പോൾ ക്യാരി ചെയ്തേക്കുന്ന വെയർ ഹൗസിൽ ചെയ്തിരിക്കുന്ന ഒരു 80% ഓഫ് ഒരു മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 20% ഓഫ് റോ മെറ്റീരിയൽസിൽ എന്താണ് ഹൈ കോസ്റ്റ് ആയിരിക്കും. പക്ഷേ അതും നമ്മുടെ ഈ 80%-ൽ 20%, ഇപ്പോൾ ഒരു 100% എടുക്കുക, അതിൽ 80% അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ നമുക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കില്ല. പക്ഷേ 20% നല്ല യൂസ്ഫുൾ ഉള്ളതായിരിക്കും. പക്ഷേ ക്യാരി ചെയ്യുമ്പോൾ എന്താ വരുന്നത്, ഈ 20%-ന് കൂടെ ഈ ബാക്കിയുള്ള 80% ഓഫ് സ്റ്റോക്കും കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോളിന് പല ടൈപ്പുകളുണ്ട്. എന്തൊക്കെയാണ് ആ ടൈപ്പുകൾ? 98ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ മെത്തേഡ്? ABC അനാലിസിസ്, VED അനാലിസിസ്, FSN അനാലിസിസ്, JIT അനാലിസിസ്. JIT സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ഓരോ മെത്തേഡും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ABC അനാലിസിസ് എന്താണ്? ABC അനാലിസിസിൻ്റെ ഫുൾ ഫോം ഓൾവേസ് ബെറ്റർ കൺട്രോൾ ടെക്നിക് എന്നാണ്. ABC അനാലിസിസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ABC അനാലിസിസ് is one of the method of inventory management where stock of materials are categorized on the basis of relative economic importance of values. അപ്പോൾ നമ്മുടെ ഈ ABC അനാലിസിസ് വെച്ചിട്ട് നമ്മുടെ ഗോഡൗണിലിരിക്കുന്ന സ്റ്റോക്കിനെ നമ്മൾ ഏത് ബേസിസിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? റിലേറ്റീവ് എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂസ്. ഇതാണ് റിലേറ്റീവ് ഇമ്പോർട്ടൻ്റ് വാല്യൂ ഓർ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഒരു ബേസിസിലാണ്. അപ്പോൾ എന്താണ് ഈ റിലേറ്റീവ് ഈ ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെയർ ഹൗസിലിരിക്കുന്ന സ്റ്റോക്കുകളെ നമ്മൾ ഒരു റിലേറ്റീവ് വാല്യൂവിൻ്റെ ബേസിസിൽ 3 കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ABC എന്ന് പറഞ്ഞ്. അപ്പം ABC എന്ന് പറഞ്ഞ് വാല്യൂവിൻ്റെ ബേസിസിൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാറ്റഗറി എക്കകത്ത് എന്താണ് വരുന്നത്? ഹൈ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ബിക്കകത്ത് എന്താണ്? മോഡറേറ്റ് ആയിരിക്കും. സിക്കകത്ത് എന്തായിരിക്കും? ഏറ്റവും ലോവറായിട്ട് വാല്യൂ വരുന്ന ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ABC, എക്കകത്ത് ഹൈ, ബിക്കകത്ത് മോഡറേറ്റ്, സിക്കകത്ത് ലോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വാല്യൂവിൻ്റെ ബേസിസിൽ ABC എന്ന് വാല്യൂവിൻ്റെ ബേസിൽ റിലേറ്റീവായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. നെക്സ്റ്റ് 100ാമത്തെ ക്വസ്റ്റ്യൻ, A എന്ന് പറയുന്ന കാറ്റഗറി ഇപ്പോൾ പറഞ്ഞതാണ് മെറ്റീരിയൽസ് വിച്ച് ആർ വെരി കോസ്റ്റ്ലി ബട്ട് ഫോം ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഇൻവെൻ്ററി ഇൻ വോളിയം. അതായത് ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും A കാറ്റഗറിയിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ എമൗണ്ട് എന്തായിരിക്കും? അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. B എന്താണ്? മെറ്റീരിയൽസ് ഹൂസ് വാല്യൂ ആൻഡ് ക്വാളിറ്റി ഈസ് മോർ ഓർ ലെസ് സെയിം. അതായത് ഒരു മോഡറേറ്റ് ആയിരിക്കും. മോഡറേറ്റ് വരുന്നതൊക്കെ B കാറ്റഗറിയിൽ കൊടുക്കും. C എന്താണ്? മെറ്റീരിയൽസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പോർഷൻ ഓഫ് ദി ടോട്ടൽ ഇൻവെൻ്ററി ബട്ട് റിലേറ്റീവ്ലി സ്മോൾ വാല്യൂ. ഇപ്പോൾ ചെറിയ വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കും, പക്ഷേ അതായിരിക്കും ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് 3 കൂടെ ചേരുന്നതാണ് അവരുടെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് VED അനാലിസിസ്. എന്താണ് VED അനാലിസിസ്?
vital essential and desirable analysis, VED. Vital essential and desirable analysis is a material control device applied on the basis of essentially and relative importance on availability of certain materials. അപ്പോൾ എന്താണിത്? നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അവൈലബിലിറ്റി എന്തായിരിക്കും? അവൈലബിലിറ്റി നോക്കിയാണ് അതെന്ത് ചെയ്യുന്നത്, നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽസിൻ്റെ ഇപ്പം മാർക്കറ്റിലുണ്ടാകുന്ന അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എസെൻഷ്യൽ ബേസ് ഓഫ് എസെൻഷ്യലി ആൻഡ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് സർട്ടൺ മെറ്റീരിയൽസ്. അതൊരു എസെൻഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണോ, അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനാണ് VED, വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അപ്പോൾ ആ ഒരു ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്. അതൊരു വൈറ്റൽ ആയിരിക്കാം, എസെൻഷ്യൽ റോ മെറ്റീരിയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കാം. അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ ഒരു ഓർഡർ കൊടുക്കുന്നതിനാണ് VED അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അടുത്ത 102 FSN അനാലിസിസ്, ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് അനാലിസിസ്. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് കാറ്റഗറൈസിങ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഫ്രം ദ സ്റ്റോർ. അപ്പം നമുക്ക് മനസ്സിലായി അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൻ്റെ ബേസിസിൽ ഫാസ്റ്റ് മൂവിങ് ആണോ, സ്ലോ മൂവിങ് ആണോ, നോൺ മൂവിങ് ഒട്ടും മൂവ്മെൻറ്റ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണോ, അതിൻ്റെ ബേസിസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡിനെ പറയുന്ന ഒരു അനാലിസിസിനെ പറയുന്നതാണ് FSN അനാലിസിസ്. നെക്സ്റ്റ് 103 JIT അനാലിസിസ്. എന്താണ് JIT? ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ്. JIT മീൻസ് ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ് എയിംസ് അറ്റ് മിനിമൈസിങ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അപ്പോൾ എന്താണ് JIT? ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ് എന്ന് വെച്ചാൽ അറ്റ് ദ മിനിമൈസിങ് ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് കുറച്ചുകൊണ്ട് അതിനെ പെട്ടെന്ന് എന്ത് ചെയ്യുക, വർക്കിംഗ് പ്രോഗ്രസ്സിലോട്ടാക്കി അതിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലോട്ടാക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ കാലം നമ്മൾ സ്റ്റോർ ചെയ്യാൻ അനുവദിക്കുന്നില്ല വെയർ ഹൗസിൽ. പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക, വർക്കിംഗ് പ്രോഗ്രസ്സിലാക്കുക, ഫിനിഷ്ഡ് ഗുഡ്സ് പ്രോഡക്റ്റ് ആക്കുക. അടുത്ത 104 വാട്ട് ഈസ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ്. എങ്ങനെയാണ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ്? ഫിക്സിങ് ദ പ്രൈസിങ് അറ്റ് വിച്ച് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഫ്രം ദ സ്റ്റോർ ടു ദ പ്രൊഡക്ഷൻ സെൻറ്റർ. അപ്പോൾ ഒരു പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ എങ്ങനെ അത് ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, മെറ്റീരിയൽസിനെ പ്രൈസ് ചെയ്തിരിക്കണം. അതിനെയാണ് പ്രൈസിങ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് 105 ദ ഇമ്പോർട്ടൻ്റ് മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽസ് ഇഷ്യൂഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൈസ് എന്നെങ്കിൽ നമ്മൾ നടത്തുന്നത്, മെറ്റീരിയൽസിൻ്റെ പ്രൈസിങ് ഏതൊക്കെ മെത്തേഡ്സിലാണ് നടത്തുന്നത്? FIFO, LIFO, ആവറേജ്, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്? FIFO, LIFO, സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ എന്താണ് FIFO? 106 FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ട്. FIFO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ ദ സ്റ്റോർ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽസ് ഷോ ഇൻ ഫാൾ ട്രെൻഡ്. അതായത് ആദ്യം വന്നതിനെ ആദ്യം പുറത്തോട്ട് വിടുക, അതിനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്, ആദ്യം വന്നതിനെ ആദ്യം തന്നെ അവരുടെ ഒരു പ്രൈസ് എന്തായിരിക്കും ആ ടൈമിൽ, ആ ഒരു കൂടി നിൽക്കുന്ന ടൈമായിരിക്കും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ദ മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ദ ഓർഡർ. ആ ഒരു ഓർഡറിൽ ആദ്യം വന്നതിനെ ആദ്യം റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ആദ്യം പുറത്ത് വിടുക, അങ്ങനെ ഒരു മെറ്റീരിയൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ വേർഡിൽ തന്നെ ഉണ്ട്, ആദ്യം വരുന്നതിനെ ആദ്യം വർക്കിംഗ് പ്രോഗ്രസ്സിലോട്ടോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, LIFO. It is the material received last are issued first. The price of the last purchased is issued for pricing the material until the entire quantity from the lot of is used up. അതായത് ലാസ്റ്റ് വന്നതിനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് വന്നതിനെ ഫസ്റ്റ് വിടുക. അതിനെയാണ് പറയുന്നത്? LIFO എന്ന് പറയുന്നത്. ലാസ്റ്റ് റിസീവ് ചെയ്തതിനെ ഫസ്റ്റ് വിടുക.
നെക്സ്റ്റ് 108 സിമ്പിൾ ആവറേജ് മെത്തേഡ്. എന്താണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്? ദ ഇഷ്യൂ പ്രൈസ് ഇൻ ദിസ് മെത്തേഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ ഓഫ് ദ പ്രൈസ് ഓഫ് ഡിഫറൻറ്റ് ലോഡ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ സ്റ്റോക്ക് ബൈ ദ നമ്പർ ഓഫ് പ്രൈസ് ഇൻവോൾവ് ഇൻ ദ കാൽക്കുലേഷൻ. അപ്പോൾ എന്താണ് സിമ്പിൾ ആവറേജ് മെത്തേഡിനകത്ത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ പ്രൈസ് ഓഫ് ഡിഫറൻറ്റ് ലോട്ട് ഓഫ് മെറ്റീരിയൽ ഇൻ ദ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രൈസ് ഇൻവോൾവ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ആവറേജ് മെത്തേഡ് കാണുന്നത്. ഡിവൈഡ് ചെയ്യുവാണ് ടോട്ടൽ പ്രൈസ് ഓഫ് ഡിഫറൻറ്റ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്കിനെ നമ്പർ ഓഫ് പ്രൈസ് ഇൻവോൾവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിമ്പിൾ ആവറേജ് മെത്തേഡ് കിട്ടുന്നത്. അപ്പം വെയ്റ്റഡ് അടുത്തത് 109 വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ ദാറ്റ് സ്റ്റോക്ക്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് ഇൻ സ്റ്റോക്ക്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് യൂണിറ്റ് മെറ്റീരിയൽസിൻ്റെ ടോട്ടൽ കോസ്റ്റിനെ അതെന്ത് ചെയ്യുക? അതിൻ്റെ സ്റ്റോക്കിൻ്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കിട്ടുന്നത്. മറ്റടുത്ത് എങ്ങനെയായിരുന്നു? മറ്റടുത്ത് നമ്മുടെ ടോട്ടൽ പ്രൈസ് ഓഫ് ഡിഫറൻറ്റ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ്, അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോട്ടുകളുണ്ട്, അതിൻ്റെ പ്രൈസിനെ നമ്പർ ഓഫ് പ്രൈസ് ഇൻവോൾവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് മെത്തേഡ്സാണ്. എന്തിൻ്റെ മെത്തേഡ്സാണ്? ഒരു കോസ്റ്റിങ്ങിൻ്റെ മെറ്റീരിയൽ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്സുകൾ മെത്തേഡ്സുകളാണ് നോക്കിയത്. ഇൻവെൻറ്ററി എന്താണെന്ന് നോക്കി, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കി, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സുകൾ നോക്കി. അതിൽ തന്നെ EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കി. പിന്നെന്താണ് ഇക്വേഷൻ √2OC ഡിവൈഡഡ് ബൈ CO ഡിവൈഡഡ് ബൈ I. നെക്സ്റ്റ് ABC അനാലിസിസ്, VED, FSN, ജസ്റ്റ് ഇൻ ടൈം, ഇതെല്ലാം നമ്മൾ നോക്കി. ഇതിൻ്റെയൊക്കെ അബ്രിവേഷൻ പഠിച്ചു വെച്ചേക്കുക. ABC ഓൾവേസ് ബെറ്റർ കൺട്രോൾ, പിന്നെന്താ VED വൈറ്റൽ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ അനാലിസിസ്, FSN ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ്, JIT ജസ്റ്റ് ഇൻ ടൈം അനാലിസിസ്. അപ്പോൾ ഇത്രയും. പിന്നെന്താ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതിൽ ഈ ഇതിൻ്റെ ഈ ജസ്റ്റ് ഇൻ ഇതിൽ മെത്തേഡ്സ് ഉണ്ടല്ലോ, പ്രൈസിങ് മെറ്റീരിയൽസിൻ്റെ മെത്തേഡ്സുകൾ ഏതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് മെറ്റീരിയൽസ് ആണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, FIFO ആണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് LIFO. പിന്നെ സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പോർഷനകത്തുള്ളത്. താങ്ക് യു.